എത്രയായി? 20 രൂപ. ശരി ഏട്ടാ. ആ, എന്താ സ്വാമി, പേപ്പറിൽ എന്നെ കുറിച്ച് എന്തൊക്കെ എഴുതി പിടിപ്പിച്ചത്? പട്ടുഭായിയോട് വെറുതെ വഴക്കിടാൻ പോകണ്ടായിരുന്നു. എനിക്കെന്തോ പേടിയാവൂ. എന്താ മോനെ, നിനക്കും പേടി ഒന്നുണ്ടോ? പേടിക്കരുത് മോനെ. നമ്മൾ പേടിച്ച് ജീവിക്കരുത്, ധൈര്യമായിട്ട് ജീവിക്കണം. എന്നും അങ്ങനെ വേണം. ഇവള് പറഞ്ഞാലും എന്നെ അറസ്റ്റ് ചെയ്യോടാ? എന്നാ അറസ്റ്റ് ചെയ്യാൻ പറ. പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. എങ്ങനെയെങ്കിലും അവൻ്റെ അമ്മയെ രക്ഷിക്കണം സാർ. ക്യാഷ് അടയ്ക്കാതെ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല. ചെറിയ കുട്ടിയെ സാർ, അവൻ്റെ അച്ഛനും മരിച്ചു. എങ്ങനെയെങ്കിലും സഹായിക്കണം. സോറി സാർ. മോനെ, നിന്റെ അമ്മയ്ക്ക് അർജൻറ്റായിട്ട് ഓപ്പറേഷൻ വേണമെന്ന്. ഇല്ലെങ്കിൽ അമ്മ ജീവിക്കില്ല. പക്ഷെ പണം അടച്ചില്ലെങ്കിൽ ഓപ്പറേഷൻ നടക്കില്ല. എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയെ രക്ഷിക്കണം അങ്കിൾ. എൻ്റെ കയ്യിൽ അത്രയ്ക്ക് പണം അവിടെ നടാ. അങ്കിൾ പ്ലീസ് അങ്കിൾ, എൻ്റെ അമ്മയെ രക്ഷിക്കണം അങ്കിൾ. പ്ലീസ് അങ്കിൾ, എനിക്ക് വേറെ ആരുമില്ല അങ്കിൾ. പ്ലീസ് അങ്കിൾ. നീ വിചാരിച്ചാൽ നിന്റെ അമ്മയെ രക്ഷിക്കാൻ കഴിയുമടാ. അമ്മയുടെ ഓപ്പറേഷൻ മാത്രമല്ല, നിന്റെ അമ്മയ്ക്ക് ഇനിയുള്ള കാലം മുഴുവൻ സുഖമായി ജീവിക്കാനുള്ള അത്ര പണം ഇവർ തരും. പക്ഷേ നീ ഇവരോടൊപ്പം പോകണം. ജീവിതത്തിൽ ഇനി നിനക്ക് നിന്റെ അമ്മയെ കാണാൻ പറ്റില്ല. അമ്മേ, അമ്മേ ഞാൻ പോകൂ അമ്മേ. മോനെ, അമ്മയുടെ ഓപ്പറേഷന് വേണ്ട പണം തന്നത് ഇദ്ദേഹമാണ്. നമസ്തേ. മോനെ, ഇനി കാര്യം പറയാം. നിന്റെ പ്രായത്തിലൊരു മകൻ ഇദ്ദേഹത്തിനുണ്ട്. ആ പയ്യൻ വീട്ടിലെ റിവോൾവർ എടുത്ത് വാച്ച്മാന് വെടിവെച്ച് കൊന്നു. അയാളുടെ ഭാര്യ അതിന് സാക്ഷിയാണ്. നീ ചെയ്യേണ്ടത് ആ കുറ്റം ഏറ്റെടുത്ത് അവന് പകരം ജയിലിൽ പോകണം.
അതിന് ഞാനല്ലല്ലോ അയാളെ കൊന്നത്. അതിനല്ലേടാ പണം തന്നത്. നിന്റെ അമ്മ ജീവിക്കണോ അതോ വേണ്ടയോ? കോർട്ടിൽ എന്ത് പറയണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഒരു വാക്ക് പോലും മാറ്റാതെ പറഞ്ഞാൽ മതി. എന്താ പറയാവോ? എനിക്ക് പേടിയാ സാറേ. അമ്മയെ വേണോ വേണ്ടയോ? ഉം, എങ്കിൽ ഞാൻ പറയുന്ന പോലെ പറയാവോ? ഉം, കോടതിയിൽ വരുമോ? ഉം. ജയിലിൽ പോകാമോ? ഏതാ വകുപ്പ്? മർഡർ കേസാ. കണ്ണിൽ കിനാവോ കണ്ണീരിൻ പൂവോ നമസ്കാരം സാർ. അവരെന്നോട് പറഞ്ഞില്ലെന്ന് വിചാരിച്ച് സത്യം ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോടാ. നീയല്ലേ അവരെ അടിച്ചത്? നീ നല്ലവനാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്തിനാ നീ ഇത് ചെയ്തത്? സാർ, ഞാൻ നല്ലവനാണെന്ന് ഞാനും കരുതുന്നില്ല സാർ. മറ്റുള്ളവർക്ക് നല്ലവനാണെന്ന് തോന്നണമെങ്കിൽ അത്രയും ഇൻസിഡൻസ് നമ്മൾ പ്രൂവ് ചെയ്യണം. എന്നാൽ മോശക്കാരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കില്ലല്ലോ സാർ. ഞാനത്ര വിചാരിക്കുന്നുള്ളൂ. ഇത്ര വർഷങ്ങളായിട്ട് നിന്നെ കാണുന്ന എനിക്ക് നിന്നെക്കുറിച്ച് അറിയില്ലടാ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സാർ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടേക്ക് നീ വരരുത് ഒരിക്കലും. ഇല്ല സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. നാടാകെ ഡെവലപ്പ് ആയിരിക്കുന്നല്ലോ അളിയാ. അതിരിക്കട്ടെ, എങ്ങോട്ടാ? അമ്മയെ കാണണോടാ. ഇത് തന്നെയാണോ? അതേടാ. ശരിക്കും ഇത് തന്നെയാണല്ലോ. സ്ഥലം ഇത് തന്നെയാ, പക്ഷെ ശരിക്കും മാറ്റം വന്നിട്ടുണ്ട്. വീട് ഇവിടെ എവിടെയോ ആയിരുന്നു. അവിടെ ആയിരുന്നു സ്കൂള്, ഇവിടെ അമ്പലം. അമ്പലം ഇവിടെയോ? അതേനെ, ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ വീട്. ആരുമില്ലേ? ആരെ കാണാനാ മോനെ? ഇതിനു മുമ്പ് ഇവിടെ ഒരു വീടുണ്ടായിരുന്നില്ലേ? ലക്ഷ്മി എന്നൊരു അമ്മയുണ്ടായിരുന്നു. അവരിപ്പോ എവിടെയാണെന്നറിയോ? അറിയില്ല മോനെ, ഞങ്ങൾ ഈ വീട് വെച്ചിട്ട് 10 വർഷമായി. ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അവരിവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെയാണെന്നറിയോ? അറിയില്ല മോനെ. എമിറേറ്റ്സ് ബുക്ക് ചെയ്യാം. ആ, എന്തുവേണ്ട സർ? അമ്മ എവിടെ? എന്താ? എൻ്റെ അമ്മ എവിടെയെന്ന്. എപ്പോഴാടാ മണി നീ ഇറങ്ങിയത്? ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ പോയി. അവിടെ വീടുമില്ല, അമ്മയില്ല. എൻ്റെ അമ്മ എവിടെ? നീ നിന്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്ത ത്യാഗം വെറുതെ ആയിപ്പോയടാ. നീ പോയി അധികം താമസിയാതെ നിന്റെ അമ്മ മരിച്ചു. ആ പാവസേട്ട് ധാരാളം പണം ചെലവാക്കിയെങ്കിലും പ്രയോജനമില്ലാതായിപ്പോയി. ആ ചെറുപ്രായത്തിൽ നിന്നെ ഇത് അറിയിച്ച് കൂടുതൽ വിഷമിപ്പിക്കണമെന്ന് കരുതിയ ഞാൻ അറിയിക്കാതിരുന്നു. എന്നോട് ക്ഷമിക്കും. താനിപ്പോ ഇങ്ങനെ പറഞ്ഞ ആ ട്രാവൽ ഏജൻസിക്കാരോട് ഞാൻ എന്താ പറയേണ്ടത്? ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. മാഷം. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ പ്ലാൻ? അറിയില്ല അങ്കിൾ. ബാങ്കോക്കിൽ എനിക്കറിയാവുന്ന കമ്പനിയിൽ ഒരു വേക്കൻസി ഉണ്ട്. അവിടേക്ക് പോകേണ്ടിയിരുന്ന പയ്യനെന്തോ അസൗകര്യം. നിനക്ക് പോകാവോ? പോകാം അങ്കിൾ. പാസ്പോർട്ട് ഉണ്ടോ? ഇല്ല അങ്കിൾ. ഒരു വഴിയേ ഉള്ളൂ. അറിയാവുന്ന പോലീസ് ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് വേഗം കിട്ടും. ജയിൽ സൂപ്രണ്ട് ഞങ്ങളുടെ വളരെ ക്ലോസ് ആണ് സാർ. പിന്നെന്താ? ട്രൈ ചെയ്യാം അങ്കിൾ.
നീ ഞങ്ങളുടെ ബൈക്കിലിരിക്കുന്നു. എടാ, എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ. ഞങ്ങൾ ആരാണെന്ന് നിനക്ക് അറിയില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. അതൊരു പെണ്ണാ. പെണ്ണാണെങ്കിൽ വിടണമെന്നാ. ഡേയ്, ഇറങ്ങി വാടി. ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്? അളിയാ നീ പറഞ്ഞപ്പോ ഞാൻ അപ്പുറോട്ട് വിളിയാ. നീ വാ. ആളെങ്ങനെയുണ്ട്? സുന്ദരിയാ? എങ്കി വാ. ക്യൂട്ടാ? ഓ, സുന്ദരി, സുന്ദരി, ഒന്നിറങ്ങി വാ. റോഡിലൂടെ പോകുന്ന അലവലാദികൾക്ക് കാറിൽ പോകുന്നവരുടെ അസൂയ. അതങ്ങനെയാ. സൈക്കിൾ സ്കൂട്ടറിലിടിച്ചാൽ സ്കൂട്ടറുകാരൻ്റെ തെറ്റ്, സ്കൂട്ടർ കാറിലിടിച്ചാൽ കാറുകാരൻ്റെ തെറ്റ്, കാർ ലോറിയിലിടിച്ചാൽ ലോറിയുടെ തെറ്റ്, ലോറി ട്രെയിനിലിടിച്ചാൽ ട്രെയിനിന്റെ തെറ്റ്. എന്ത് ചെയ്താലും വലിയവരുടെയാണ് തെറ്റ്, ഇവരുടെ അല്ല. അതെ സാർ, വിമാനം ട്രെയിനിലിടിച്ചാലും വിമാനത്തിന്റെ തെറ്റ്. ആരെങ്കിലും കഷ്ടപ്പെട്ട് കോടികൾ സമ്പാദിച്ച് രാജകൊട്ടാരം കിട്ടിയാൽ വെളിയിൽ വായിൽ വെള്ളം ഇറക്കിക്കൊണ്ട് നോക്കി നിൽക്കും. അതുപോലെ നമ്മൾ കാറിൽ വന്നാൽ ആദ്യം മാറി നിൽക്കും, പിന്നെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കും. അത് ആശ്ചര്യമല്ല, അകത്തെ അസൂയ. ചെറ്റകൾ പണമുള്ളവർ സമാധാനത്തോടെ ജീവിക്കുന്ന കണ്ടാൽ അവരെ കമത്താവാൻ തോന്നിയാൽ കാല് നിൽക്കാൻ പോലും മടിക്കില്ല. എടോ, നമ്മൾ എപ്പോഴെങ്കിലും കുടിലുകൾക്ക് നേരെ കല്ലെറിഞ്ഞിട്ടുണ്ടോ? ഇല്ല സാർ, ഒരിക്കലുമില്ല. മോളെ, ഈ ലേബർ മെന്റാലിറ്റിയെ ഇങ്ങനെയാ. നീ ഇനിയും അവനെ കാണുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിടിച്ചേക്ക്. ഒരുപക്ഷെ അവനാണെന്ന് സംശയം തോന്നുകയാണെങ്കിൽ തന്നെ കൊണ്ടിടിച്ചേക്ക്, ബാക്കി നോക്കാം. മോളെ, ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. ചെക്ക് ഷർട്ട് ആരിട്ടിരുന്നാലും ഇടിച്ചേക്ക്. ഏയ്, ചെന്ന് അവൻ ആരാണെന്ന് അന്വേഷിക്ക്. ചെല്ലണം. ശരി സാർ. SP സാറുണ്ട് സാർ. അകത്തുണ്ട്, കയറിയിരിക്കൂ. സാറിന്റെ വീടും ജയിൽ പോലെ വലുതാണല്ലോ അളിയാ. ആരാ? Who is this? കളഞ്ഞില്ലേ? I was trying to tease your brother. He's not my brother, yeah. What? He is not Rohit? No, അവരുടെ ഡാഡിയെ കാണാൻ വന്നവരാ. Oh, I'm so sorry. I'm sorry. It's okay. Hey! Hey! Hi! How are you, yeah? Oh, I'm fine. Hi, Uncle. How are you? ഫൈൻ ഫൈൻ. നിനക്ക് എങ്ങനെയുണ്ട്? I'm fine. എപ്പോഴെത്തി? 2 days ആയി. ഓ, ഹൗ ഈസ് യുവർ ഡാഡ്? He's doing good, Uncle. ആ, വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾ അകത്തേക്കല്ലേ? Okay. നമസ്കാരം സാർ. എന്താണ് സുഖമല്ലേ? ആ സാർ. എന്താ പിന്നെ ഈ വഴിക്ക്? വേറൊന്നുമല്ല സാർ, ബാങ്കോക്കിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. എനിക്ക് പാസ്പോർട്ടില്ല സാർ. സാറ് റെക്കമെൻഡ് ചെയ്തിരുന്നെങ്കിൽ. പാസ്പോർട്ട് ചെറിയ കാര്യമൊന്നുമല്ല. പോരാഞ്ഞിട്ട് നീ ജയിലിലും കിടന്നിട്ടുണ്ട്. കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പാസ്പോർട്ട് ഓഫീസർ സാറിന്റെ ഫ്രണ്ട് അല്ലേ? നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ വെറുതെ ഊഹിച്ച് പറഞ്ഞതാ. എൻക്വയറി ഒക്കെ എത്ര നടത്തിയാലും കാര്യം നടക്കാൻ പോകുന്നില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം സാർ, നാളെ വന്ന് കണ്ടോളാം. എന്തിന്? ഹരീഷ് ബെയിൽ ഓർഡർ. എന്താ വന്നത്? എൻ്റെ പാസ്പോർട്ട് കാണിക്കാൻ വന്നത്. പാസ്പോർട്ടോ? ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ കിട്ടി? പുറത്ത് മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട് സാർ. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോവാം, പക്ഷെ എനിക്ക് അങ്ങനെ പോകാൻ ഇഷ്ടമല്ല സാർ. സാർ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒറിജിനൽ പാസ്പോർട്ട് വാങ്ങിത്തരണം സാർ. നീ ആള് മോശക്കാരനല്ലല്ലോടാ. ഡേയ് സാർ. ഇവന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് എന്റെ കെയർ ഓഫ് അഡ്രസ് വെച്ച് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യും. ശരി സാർ. താങ്ക് യു സാർ. എടാ ശരണേ, നിനക്ക് SLC സർട്ടിഫിക്കറ്റ്. എന്താ റൂമി? എന്ത് പറ്റി? ഞാൻ I got scared. അയ്യേ, അത് രാവണ്യാസന്റെ മടമ്പിടിയല്ലേ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വാർമിംഗ് അപ്പ്. ഞാൻ ഉണ്ണിയെ കാണാൻ വന്നതായിരുന്നു.